മനസ്സ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ, ഇതാണ് മനസ്സ് എന്ന് കാണിക്കാനായിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മനസ്സിനെ മനസ്സാക്കുന്നത് ഓർമ്മകളാണ്. ഈ ഓർമ്മകൾ എവിടെയാണ് ഇരിക്കുന്നത്? മസ്തിഷ്കത്തിനുള്ളിലാണ്. സപ്പോസിങ് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഷാരൂഖ് ഖാനോ മമ്മൂട്ടിയോ മോഹൻലാലോ എതിരെ നടന്നു വരുന്നത്, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? ആദ്യമായി നമ്മുടെ റെറ്റിനയിൽ ആ ഇമേജ്, ആ വ്യക്തിയുടെ ഇമേജ് രൂപം വീഴുന്നു. ഇത് ഒപ്റ്റിക് നെർവ്, കണ്ണിൻ്റെ ഞരമ്പിൽ കൂടി പോയിട്ട് ഒരു സ്ഥലത്തെത്തി രണ്ടായിട്ട് പിരിഞ്ഞ് രണ്ട് വശത്തും മസ്തിഷ്കത്തിൻ്റെ രണ്ട് വശങ്ങളിലേക്ക് ഈ സന്ദേശം പോകുന്നു. അത് കഴിഞ്ഞ് രണ്ട് ന്യൂറോൺസ് വഴി, രണ്ട് സെറ്റ് ഓഫ് ന്യൂറോൺസ് വഴി തലച്ചോറിൻ്റെ പിൻഭാഗത്തുള്ള ഓക്സിപിറ്റൽ ലോബിലെത്തും. ഈ ഓക്സിപിറ്റൽ ലോബിലെത്തുമ്പോൾ ഈ രൂപം, അതായത് റെറ്റിനയിൽ വീഴുന്ന മമ്മൂട്ടിയുടെയോ മോഹൻലാലിയോ ഷാരൂഖ് ഖാൻ്റെയോ രൂപം നമ്മുടെ ഓക്സിപിറ്റൽ ലോബിൽ സൂക്ഷിച്ചിരിക്കുന്ന ഓർമ്മയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇമേജസുമായിട്ട് അത് കമ്പയർ ചെയ്യുന്നു.